Welcome to GEOD IAS Current Affairs Top Line. GEOD IAS has launched Prelims cum Mains Batch 2027 only for ₹1,000 per month. 2 വർഷത്തേക്ക് വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 5,000 രൂപയ്ക്ക് ക്ലാസ്സസും സബ്സ്ക്രിപ്ഷനും 2 വർഷത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ജോയിൻ നൗ ഫോർ ക്വാളിറ്റി ക്ലാസ്സസ് അറ്റ് അഫോർഡബിൾ റേറ്റ്സ്. Let's start our session for today. Artemis 2nd. Artemis 2nd is ongoing US space flight to send 4 astronauts on a flyby around the moon and back to Earth. ആസ്ട്രോനട്സിനെ മൂണിന് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തി തിരിച്ച് എർത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ് ആർട്ടമിസ് 2nd. ഇത് ലോഞ്ച്ഡ് ഫ്രം കെനഡി സ്പേസ് സെൻറ്റർ. കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. April 1st 2026. 10-day മിഷനാണ്. ഈസ് ക്രൂഡ് ബൈ നാസ ആസ്ട്രോനട്സ്. ആസ്ട്രോനട്സിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്നത്? റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് അലോങ് വിത്ത് കനേഡിയൻ സ്പേസ് ഏജൻസി ആസ്ട്രോനട്ട് ജെർമി ഹാൻസൺ. സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റാണിത്. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് ക്രൂഡ് മിഷനാണ്. മനുഷ്യരെയും കൊണ്ടുള്ള യാത്രയാണിത്. അപ്പോളോ 17 ശേഷം ആ ഒരു സീരീസിന് ശേഷം ലോ എർത്ത് ഓർബിറ്റിൻ്റെയും കടന്നു പോകുന്ന ഒരു ഫസ്റ്റ് ക്രൂഡ് മിഷനും കൂടിയാണിത്. ക്രൂഡ് മിഷൻ മീൻസ് ആസ്ട്രോനട്സിനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ആ സ്പേസ് ക്രാഫ്റ്റ് ആസ്ട്രോനട്സിനെ ക്യാരി ചെയ്യുന്നതാണ് ക്രൂഡ് മിഷൻ. Next is INS Malwan. On April 1st, 2026, the Indian Navy took delivery of INS Malwan P-81, the second of 8 indigenous anti-submarine warfare shallow watercraft. 8 എണ്ണമാണ് നമ്മുടെ ടാർഗറ്റ്. അതിൽ സെക്കൻഡാണ് INS Malwan എന്ന് പറയുന്നത്. സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ആണ്. അത് ഏറ്റവും പ്രധാനം ബിൽറ്റ് ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി സബ്മറൈൻ വാട്ടർക്രാഫ്റ്റ് ആണത്. ഈ ഒരു സീരീസിലെ ഫസ്റ്റ് വൺ ഇസ് INS മാഹി. അത് ലാസ്റ്റ് നവംബറിലാണ് രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ടത്. ദിസ് ഇസ് INS മൽവാൻ and this one is INS Mahi. It was the first anti-submarine warfare shallow water craft. അതും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തന്നെയാണ് ബിൽഡ് ചെയ്തത് and was commissioned last November. Next is exercise Kakadu 2026. ഓസ്ട്രേലിയ ഹോസ്റ്റ് ചെയ്യുന്നതാണിത്. It was held in Sydney from mid-March to March 31st, 2026. It is to enhance interoperability, regional security and partnership in Indo-Pacific. ഇൻഡോ-പസഫിക്കിലുള്ള കൂട്ടായ്മ, നേവൽ ബേസ്ഡ് കൂട്ടായ്മ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഓസ്ട്രേലിയൻ നേവിയുടെ 125th ആനിവേഴ്സറി കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, സെലിബ്രേറ്റഡ് ആനുവലി ഓൺ March 21st. എന്തിനാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു റേസ് ഗ്ലോബൽ അവയർനെസ് റിഗാർഡിംഗ് ദ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ട്രീസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ്. അപ്പോൾ മരങ്ങളുടെയും ഫോറസ്റ്റിലുള്ളതായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ ഈ മരങ്ങളുടെയും സസ്യങ്ങളുടെയും ഇമ്പോർട്ടൻസിനെ പറ്റി അവയർനെസ് കൊടുക്കാനായിട്ടാണ് ഈ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ബിംസ്റ്റെക്, the Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation. ഇതൊരു റീജിയണൽ ഓർഗനൈസേഷനാണ് ഫോർ ഫോസ്റ്ററിങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ എമംഗ് 7 നേഷൻസ്. ഏതൊക്കെയാണ് ഈ 7 നേഷൻസ് എന്ന് പഠിക്കണം. 7 നേഷൻസ് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഏതൊക്കെയാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ഏതൊക്കെയാണ് പ്രത്യേകം പഠിച്ചു വെക്കണം. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1997 ആൻഡ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ആസിയാൻ ആൻഡ് സാക് റീജിയൻസിനെ ബ്രിഡ്ജ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു ടു ബൂസ്റ്റർ ട്രേഡ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ്. മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് 6 June 1997 വയ ദ ബാങ്കോക്ക് ഡിക്ലറേഷൻ. സെക്രട്ടേറിയറ്റ് ബംഗ്ലാദേശിലുള്ള ധാക്കയാണ്. കറൻ്റ്ലി മുംബൈ ആൻഡ് പൂനെയിൽ ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ നടന്നായിരുന്നു ബിംസ്റ്റെക്കിൻ്റെ. എന്താണ്? യങ് പ്രൊഫഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടന്നത് എവിടെയാണ്? മുംബൈ ആൻഡ് പൂനെ. പ്രൊമോട്ടിംഗ് റീജിയണൽ കോപ്പറേഷൻ എമംഗ് 30+ പാർട്ടിസിപ്പൻസ് ഫ്രം മെമ്പർ സ്റ്റേറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. ദിസ് ഇനിഷ്യേറ്റീവ് ഫോക്കസിംഗ് ഓൺ സ്റ്റാർട്ടപ്സ് ആൻഡ് ഇന്നോവേഷൻ ഹൈലൈറ്റ് 2026 എഫേർട്സ് ടു സ്ട്രെങ്തൻ ബിംസ്റ്റെക് യൂത്ത് എൻഗേജ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഇൻ ദ ബേ ഓഫ് ബംഗാൾ റീജിയൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഈ യൂത്തിനെയൊക്കെ ഈ ഒരു ഏരിയയുടെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉപയോഗപ്പെടുത്താനായിട്ടുമൊക്കെയാണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു കൂട്ടായ്മ നടന്നത്.
Next is Agnikul Cosmos. Agnikul Cosmos is an Indian aerospace startup based in Chennai. Important ആണ്, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എയറോസ്പേസ് സ്റ്റാർട്ടപ്പ് ആണ്, പ്രൈവറ്റ് കമ്പനിയാണ്. ഫൗണ്ടഡ് ഇൻ 2017 ദാറ്റ് സ്പെഷ്യലൈസസ് ഇൻ ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് കസ്റ്റമൈസബിൾ ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് എൻജിൻസ് ആൻഡ് ലോഞ്ച് വെഹിക്കിൾസ് ഫോർ സ്മോൾ സാറ്റലൈറ്റ്സ്. ഒരു വലിയൊരു കാര്യമാണ് 3D മോഡലിംഗ്, 3D പ്രിൻറ്റഡ് എൻജിൻസ് വഴി ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് എൻജിൻസും ലോഞ്ച് വെഹിക്കിൾസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു അഗ്നികുൽ കോസ്മോസ് ഹാസ് സക്സസ്ഫുള്ളി ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് വിത്ത് എ സിംഗിൾ പീസ് 3D പ്രിൻറ്റഡ് എൻജിൻ, അഗ്നിലേറ്റ് ആൻഡ് ഓപ്പറേറ്റ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് ലോഞ്ച് പാഡ്. വളരെ വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇവർ നേടിയിരിക്കുന്നത്. ആദ്യമായിട്ട് സിംഗിൾ പീസ് 3D പ്രിൻറ്റഡ് എൻജിൻ വെച്ച് തന്നെ അവരൊരു സക്സസ്ഫുൾ ഒരു സാറ്റലൈറ്റ് മിഷൻ നടത്തിയിരിക്കുകയാണ്. Agniban sorted, a modular two-stage launch vehicle capable of taking payloads up to 300 kg to low Earth orbit from any location using a mobile launch pad. എടുത്ത് മാറ്റാനായിട്ട് സാധിക്കുന്ന ലോഞ്ച് പാഡിൽ നിന്നും 300 കിലോഗ്രാം വരെ ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കാൻ സാധിക്കുന്നു. അങ്ങനൊരു ലോഞ്ച് വെഹിക്കിളിൻ്റെ പേരാണ് അഗ്നിബാൺ sorted. 3D printed engines. Agnikul utilizes 3D printing to create engines. 3D printing technology ആണ് യൂസ് ചെയ്യുന്നത് എൻജിൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. such as Agnilet, semi-cryogenic and Agnite, a 1 meter tall single piece 3D printed booster engine. സ്പേസ് എന്ന മേഖലയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനി ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മൗണ്ടെയിൻ പാസസ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് മൗണ്ടെയിൻ പാസസ് ഇൻ ഇന്ത്യ. ഖർദുംഗ്ല ജമ്മു ആൻഡ് കാശ്മീരിലാണ്, ലൊക്കേഷൻ ലഡാക്കിലാണ്, ഓൾട്ടിറ്റ്യൂഡ് 5359 മീറ്റർ ആണ്. സിഗ്നിഫിക്കൻസ് വൺ ഓഫ് ദ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്സ് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, ഹയസ്റ്റ് ആണ്. ദിസ് പാസ് ഇസ് ക്രൂഷ്യൽ ഫോർ ആക്സസ് ടു സിയാച്ചിൻ ഗ്ലേഷ്യർ. ഹയസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ട് ആണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. അവിടേക്കുള്ള ഒരു ആക്സസ് ആണ് ഈ ഒരു ഖർദുംഗ്ല പാസ്. നെക്സ്റ്റ് സോജില പാസ് ജമ്മു ആൻഡ് കാശ്മീരിലാണ്, ലൊക്കേഷൻ ഇറ്റ് ലിങ്ക്സ് ശ്രീനഗർ ടു ലേ, അതായത് കാശ്മീർ വാലിയെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പാസ്സാണിത്. എന്താണ് മൗണ്ടെയിൻ പാസസ്? മൗണ്ടെയിൻ പാസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് മൗണ്ടെയിൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഈ ഒരു പാസിലൂടെ നമുക്ക് അപ്പുറത്ത് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അല്ലാതെ ഈ കണ്ടിന്യൂസ് മൗണ്ടെയിൻസ് കടക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. പാസസ് ആണ് നമുക്ക് വൺ സൈഡിൽ നിന്ന് അതർ സൈഡിലോട്ട് നമുക്ക് പോകാനായിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ബരലാച്ച പാസ് ഹിമാചൽ പ്രദേശാണ്, കണക്ട്സ് ലാഹോൾ ഇൻ ഹിമാചൽ ടു ലഡാക്ക്. സിഗ്നിഫിക്കൻസ് ഇറ്റ്സ് എ കീ പാസ് ടു ലേ മണാലി ഹൈവേ. നാത്തുല പാസ് സിക്കിമിലാണ്, ഇൻഡോ ചൈന ബോർഡറിലാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് റൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ആൻഡ് എ വൈറ്റൽ ഡിഫൻസ് പോയിന്റ് നാത്തുല പാസ്. നെക്സ്റ്റ് ലിപ്പുലെ പാസ് ഉത്തരാഖണ്ഡിലാണ്, നിയർ ഇൻഡോ ചൈന നേപ്പാൾ ട്രൈ ജംഗ്ഷനിലാണ്. ഹിസ്റ്റോറിക്കലി പാർട്ട് ഓഫ് ഏൻഷ്യൻ ട്രേഡ് റൂട്ട് ടു ടിബറ്റ്. ദെൻ മൗണ്ടെയിൻ പാസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, താൽഘട്ട്, ബോർഘട്ട്, പാലക്കാട് പാസ്, ചെങ്കോട്ടെ പാസ്. ഇതെല്ലാം ഈ താൽഘട്ട് മഹാരാഷ്ട്രയിലാണ്, കണക്ട്സ് മുംബൈ ടു നാസിക്. ബോർഘട്ട് കണക്ട്സ് മുംബൈ ടു പൂനെ. പാലക്കാട് പാസ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. ചെങ്കോട്ടെ പാസ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. ഓക്കെ, പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ സെഷൻ ഫോർ ടുഡേ. താങ്ക് യു.